We now have first-person intel from inside the Westview anomaly. Am I dead? No. Why would you think that? Because you are. Is this really happening? ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ വാൻഡവിഷൻ വെബ് സീരീസിൻ്റെ ഏറ്റവും ഫൈനലായിട്ടുള്ള വീഡിയോയിലേക്കാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മെയിനായിട്ട് നോക്കാൻ പോകുന്നത് എപ്പിസോഡുകൾ 8ഉം 9ഉം ആയിരിക്കും. അപ്പോൾ കഴിഞ്ഞ വീഡിയോയുടെ അവസാനം എന്ന് പറയുന്നത് നമ്മുടെ ഹാഗ്നിസ് എന്ന് പറഞ്ഞാൽ ഇത്രയും കാലം നമ്മൾ ഈ ഒരു റിയാലിറ്റിയുടെ ഭാഗമായിട്ട് കണ്ടിരുന്ന ആ ഒരു സ്ത്രീ ആകട്ടെ ഇപ്പോൾ ഹാഗിത ഹാർക്കനസ് എന്ന് പറഞ്ഞ ഒരു മന്ത്രക്കാരിയായിട്ടുള്ള ഒരു സ്ത്രീ ആയിരുന്നു. അപ്പോൾ അവളുടെ വീടിൻ്റെ ബേസ്മെൻറ്റിലാകട്ടെ ഒരു മന്ത്രക്കോട്ട തന്നെയായിരുന്നു. അപ്പോൾ അവിടേക്ക് നമ്മുടെ വാൻഡ കടന്നു പോകുന്ന സമയത്ത് നമ്മുടെ ഹാഗിത ഹാർക്കനസ് ആകട്ടെ നമ്മുടെ വാൻഡയുടെ മൈൻഡ് കൺട്രോൾ ചെയ്യുകയും അതുപോലെ തന്നെ അവളുടെ കുട്ടികളെ എനിക്ക് പിടിച്ചു വയ്ക്കുകയൊക്കെയായിരുന്നു നമ്മൾ കഴിഞ്ഞ വീഡിയോയുടെ അവസാനമായിട്ട് കണ്ടിരുന്നത്. അതുമാത്രമല്ല നമ്മുടെ മോനിക്ക എന്ന് പറഞ്ഞ ആ ഒരു സ്ത്രീക്കാകട്ടെ അവൾക്ക് പവേഴ്സ് കിട്ടുകയും അതുപോലെ തന്നെ നമ്മുടെ പേട്രോനെ നമ്മുടെ ഈ ഹാഗിത ഹാർക്കനസ് തന്നെയായിരുന്നു നമ്മുടെ പേട്രോനെ കൺട്രോൾ ചെയ്തിരുന്നത്. അവൻ വന്നിട്ട് നമ്മുടെ മോനിക്കയുടെ അടുത്ത് എന്താണ് ഇവിടെ പരിപാടി എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അത്രയും കാണിച്ചുകൊണ്ടായിരുന്നു നമ്മൾ കഴിഞ്ഞ വീഡിയോ അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. തുടർന്ന് എന്തൊക്കെയാണ് ഈ ഒരു റിയാലിറ്റിയിൽ സംഭവിക്കാൻ പോകുന്നത്, നമ്മുടെ വിഷൻ എന്ത് സംഭവിച്ചു, നമ്മുടെ വിഷനെ നമ്മുടെ വാൻഡയെ കണ്ടെത്തി രക്ഷിക്കുമോ, അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ ഉത്തരമായിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മൾ മെയിനായിട്ടും ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഒട്ടും വൈകാതെ തന്നെ ഈ ഒരു ആദ്യത്തെ എപ്പിസോഡിലോട്ട് പോകാം. എപ്പിസോഡിൻ്റെ സ്റ്റാർട്ടിംഗ് സീനിൽ നമ്മൾ കാണുന്നത് മിഡീവൽ പീരീഡ് ആണ്. അതായത് ഇപ്പോൾ നടക്കുന്ന പ്രസന്റ് നിന്ന് മാറി 400 വർഷങ്ങൾക്ക് പിന്നിലുള്ള ഒരു കാര്യമാണ് കാണിക്കുന്നത്. നമ്മുടെ ഹാഗിത ഹാർക്കനസ് ആകട്ടെ അവളിപ്പോൾ ഒരു മന്ത്രക്കാരിയാണ്. അവളിപ്പോൾ ഒരു മതിലിനോട് ചേർത്ത് വെച്ച് കെട്ടിയിട്ട് ഒത്തിരിയധികം മന്ത്രക്കാരികളൊക്കെ ആ ഒരു മന്ത്രക്കോട്ടയിൽ നിൽക്കുന്നുണ്ടായിരുന്നു. അവളുടെ തൊട്ട് മുന്നിലായിട്ട് അവളുടെ അമ്മ, അതായത് ഹാഗിത ഹാർക്കനസിൻ്റെ അമ്മയും നിൽക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് അവളുടെ അമ്മ വന്നിട്ട് പറയുകയാണ്, നീ ഈ ഒരു മന്ത്രങ്ങളൊക്കെ ഞാൻ നിനക്ക് പഠിപ്പിച്ചു തന്ന മന്ത്രങ്ങളൊക്കെ നീ തെറ്റായിട്ടുള്ള കാര്യങ്ങൾക്കാണ് നീ ഉപയോഗിക്കുന്നത്, അതുകൊണ്ട് തന്നെ അത് ശരിയല്ല, നിനക്കൊരു കടുത്ത ശിക്ഷ തന്നേ മതിയാവും എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെയുള്ള എല്ലാ മന്ത്രക്കാരി സ്ത്രീകളും കൂടിയിട്ട് അവളുടെ പവേഴ്സൊക്കെ ഉപയോഗിച്ചിട്ട് ഈ ഒരു ഹാഗിതയുടെ മേലേക്ക് ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഹാഗിതയ്ക്ക് ആദ്യമൊക്കെ ഭയങ്കര അധികം വേദന ചലറുന്നുണ്ടെങ്കിലും പിന്നീട് ഹാഗിതയുടെ പവർ ഉപയോഗിച്ച് ആ ഒരു എല്ലാ സ്ത്രീകളെയും അവൾ കൊന്നു കളയുന്നു. അപ്പോൾ ഇത് കാണുന്നവളുടെ അമ്മയ്ക്കാകട്ടെ ദേഷ്യം വന്നിട്ട് നമ്മുടെ അമ്മ നേരിട്ട് പോയിട്ട് നമ്മുടെ ഹാഗിതനെ കൊല്ലാൻ നോക്കുന്നുണ്ടെങ്കിലും ഹാഗിത അവളുടെ അമ്മയെയും കൊന്നിട്ട് കാണിക്കുന്നതൊക്കെയായിരുന്നു ഈ ഒരു മിഡീവൽ പീരീഡിൽ കാണിക്കുന്നത്. ഇതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ ഹാഗിത ആകട്ടെ പ്രസന്റ് ഡേയിലേക്ക് വന്നിട്ട് ഇപ്പോൾ നമ്മുടെ വാൻഡയുടെ അടുത്ത് ഈ ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. അതായത് നമ്മുടെ വാൻഡയുടെ മൈൻഡ് കൺട്രോൾ ചെയ്തിട്ട് അവൾക്ക് ഈ കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മുടെ വാൻഡയുടെ അടുത്ത് പറയുകയാണ്, ഞാനൊരു മന്ത്രക്കാരിയാണ്, ഞാൻ ഈ ഒരു വെസ്റ്റീവിലാണ് താമസിക്കുന്നത്, ഒത്തിരിയധികം കാലങ്ങളായിട്ട് ഞാൻ മരിക്കാതെ ഈ ഒരു കാലത്തിൽ തന്നെയാണ് ജീവിച്ചുകൊണ്ടിരുന്നത്, ഓരോരോ കാലങ്ങൾ മാറുന്നതിനനുസരിച്ച് ഞാനും മാറിയിട്ട് ഈ ഒരു വെസ്റ്റീവിൻ്റെ ഭാഗമായിട്ട് തന്നെ മാറിയിരിക്കുന്നു എന്നൊക്കെ നമ്മുടെ വാൻഡയുടെ അടുത്ത് പറയുന്നു. എന്നാൽ പെട്ടെന്നായിരുന്നു നീ വന്നിട്ട് ഈ ഒരു കാര്യങ്ങളൊക്കെ മൊത്തമായിട്ട് റിയാലിറ്റിയാക്കി മാറ്റിയതെന്ന് നമ്മുടെ വാൻഡയുടെ അടുത്ത് നമ്മുടെ ഹാഗിത പറയുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ ഹാഗിത ഒരു ചെറിയ കല്ലെടുത്തിട്ട് അതൊരു പറവയാക്കിയിട്ട് മാറ്റുകയാണ്. അതായത് ഒരു ഇല്യൂഷൻ എന്ന പോലെ അവളുടെ കയ്യിൽ വെച്ചിട്ട് തന്നെ അവൾ ഇതൊരു പറവയാക്കി മാറ്റിയിട്ട് നമ്മുടെ വാൻഡയ്ക്ക് കാണിച്ചു കൊടുക്കുന്നു. എന്നിട്ട് പറയുകയാണ്, ഞാൻ ഈ ഒരു കാര്യം പഠിച്ചെടുക്കാൻ തന്നെ ഒത്തിരിയധികം കാലങ്ങളാണ് ഇതിൻ്റെ പിന്നിൽ കഷ്ടപ്പെട്ടത്, എന്നാൽ നീ ഒരു സുപ്രഭാതത്തിൽ വന്നിട്ട് ഇതുപോലെയുള്ള എല്ലാ സ്ഥലങ്ങളും, അതായത് ഈ 3000 പേരെയും ഈ ഒരു വെസ്റ്റീവ് എന്ന് പറഞ്ഞാൽ മൊത്തം സ്ഥലത്തെയും ഇല്യൂഷനാക്കി മാറ്റിയില്ലേ, അതെനിക്ക് പറഞ്ഞു തരണം, അതിന് പിന്നിലുള്ള മന്ത്രങ്ങളൊക്കെ എനിക്ക് പറഞ്ഞു തരണം എന്നൊക്കെ നമ്മുടെ വാൻഡയുടെ അടുത്ത് ചോദിക്കുന്നു. ഇല്ലെങ്കിൽ എൻ്റെ കുട്ടികളെ ഞാൻ തരില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ വാൻഡേനെ ഭീഷണിപ്പെടുത്താനായിട്ട് തുടങ്ങുന്നുണ്ട്. എന്നാൽ നമ്മുടെ വാൻഡയായിട്ട് അത് പറഞ്ഞു കൊടുക്കാൻ താല്പര്യപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ഹാഗിതയാകട്ടെ നമ്മുടെ വാൻഡേനെ അവിടേക്കും ഇവിടേക്കൊക്കെ വലിച്ചെറിഞ്ഞ് കട്ടും ക്രൂരമായിട്ട് വളരെയധികം ക്രൂരമായിട്ട് അവളുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്, നീ മര്യാദയ്ക്ക് പറഞ്ഞതില്ലെങ്കിൽ തന്നെ ഞാൻ കൊന്നു കളയുമെന്നൊക്കെ പറഞ്ഞിട്ട് ഭീഷണിപ്പെടുത്താനായിട്ട് തുടങ്ങുന്നു. അപ്പോൾ നമ്മുടെ വാൻഡ ഒന്നും തന്നെ പറയുന്നില്ല. അങ്ങനെ നമ്മുടെ ഹാഗിത വന്നിട്ട് നമ്മുടെ വാൻഡയുടെ അടുത്ത് എങ്ങനെയാണ് പേട്രോനെ കണ്ടുപിടിച്ചതെന്ന് പറയുകയാണ്. ഈ ഒരു പേട്രോ എന്ന് പറയുന്നത് നമ്മുടെ ഹാഗിതയുടെ കൺട്രോളായിരുന്നു. അപ്പോൾ യഥാർത്ഥ പേട്രോ ആയിരുന്നില്ല, അത് നമ്മുടെ ഹാഗിത കൺട്രോൾ ചെയ്ത് വരുന്ന ഒരു ഡ്യൂപ്ലി പേട്രോ ആയിരുന്നു നമ്മുടെ വാൻഡയുടെ അടുത്ത് പറഞ്ഞയച്ചത്. അപ്പോൾ ഇത് കേൾക്കുന്ന സമയത്ത് നമ്മുടെ വാൻഡയ്ക്ക് നല്ലപോലെ ദേഷ്യം വരുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ വാൻഡ് ചോദിക്കുകയാണ്, അപ്പോൾ പേട്രോ എന്ന് പറയുന്നത് നീ തന്നെയാണോ എന്ന് ചോദിക്കുന്ന സമയത്ത് നമ്മുടെ ഹാഗിത പറയുകയാണ്, അല്ല, ഞാൻ കുറച്ച് കാലം മുൻപ് ഒരു കോണ്ടിനെൻറ്റിൽ പോയിട്ട് വെവ്വേറെ ഡൈമെൻഷനിൽ പോയ സമയത്ത് എൻ്റെ അനിയനെ ഞാൻ കണ്ടിരുന്നു, അവനായിട്ട് മരിച്ചു കിടക്കുകയായിരുന്നു, അതുകൊണ്ട് തന്നെ അവൻ്റെ ആ ഒരു ഡ്യൂപ്ലി ക്രിയേഷൻ ഉപയോഗിച്ചിട്ട് അവൻ്റെ അതേപോലത്തെ രൂപത്തിൽ ഞാനൊരാൾ ഉണ്ടാക്കുകയായിരുന്നു, അവൻ്റെ മേത്ത് ഡ്യൂപ്ലി ആയിട്ട് അവൻ ഇവിടേക്ക് പറഞ്ഞയക്കുകയായിരുന്നു, അതായത് ഈ റിയാലിറ്റിയിലേക്ക് പറഞ്ഞയക്കുകയായിരുന്നു എന്നൊക്കെ നമ്മുടെ വാൻഡയുടെ അടുത്ത് പറയുന്നു. അപ്പോൾ നമ്മുടെ വാൻഡയ്ക്ക് ഒത്തിരിയധികം വിഷമമാവുന്നുണ്ട്. അപ്പോൾ അവിടേക്ക് നമ്മുടെ ഹാഗിത കടന്നു വന്നിട്ട് നമ്മുടെ വാൻഡയുടെ ഒരു തലമുടി പൊട്ടിച്ചിട്ട് അതിൽ എന്തൊക്കെയോ മന്ത്രങ്ങൾ ചെയ്തിട്ട് നമ്മുടെ വാൻഡേനെ അവിടെ ആ ഒരു കുട്ടിക്കാലത്തേക്ക് ആ ഒരു റിയാലിറ്റിയിലേക്ക് കൊണ്ടുപോവുകയാണ്. ഇപ്പോൾ നോക്കുകയായി നമ്മുടെ വാൻഡയും ഹാഗിതയും കൂടിയിട്ട് നമ്മുടെ വാൻഡയുടെ തന്നെ കുട്ടിക്കാലത്തിലേക്ക് വന്നിരിക്കുകയാണ്. അവിടെ നമ്മുടെ വാൻഡയുടെ അമ്മയായിട്ട് ഒരു ഹൗസ് വൈഫും അതുപോലെ തന്നെ നമ്മുടെ വാൻഡയുടെ അച്ഛൻ ഒരു സീഡികളൊക്കെ വിറ്റിരുന്നു, അതായത് കാസറ്റുകളൊക്കെ വിറ്റിരുന്ന ഒരാളായിരുന്നു. അപ്പോൾ നമ്മുടെ അച്ഛനാകട്ടെ ഒരു സീഡി, അതായത് സിറ്റ്കോം സീഡികൾ അവിടേക്ക് കൊണ്ടുവരുന്നുണ്ട്. അത് നമ്മുടെ വാൻഡ പറഞ്ഞിട്ടായിരുന്നു കൊണ്ടുവന്നിരുന്നത്. കാരണം അവർക്ക് എല്ലാവർക്കും ഫാമിലിയായിട്ട് അടിച്ചു പൊളിച്ച ആ ഒരു സിനിമ കാണാനായിരുന്നു നമ്മുടെ അവളുടെ അച്ഛൻ അവിടേക്ക് ആ ഒരു സീഡികളൊക്കെ കൊണ്ടുവന്നത്. അപ്പോൾ അവിടേക്ക് നമ്മുടെ പേട്രോ കടന്നു വന്നിട്ട് അച്ഛാ ഞാൻ കണ്ടത് സന്തോഷം എന്ന് പറഞ്ഞിട്ട് കെട്ടിപ്പിടിച്ച് വളരെയധികം സന്തോഷം അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അച്ഛൻ ചോദിക്കുന്നുണ്ട് വാൻഡ ഓർഡർ ചെയ്യുന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് നമ്മുടെ വാൻഡനെ വിളിക്കുകയാണ്. അപ്പോൾ ഈ ഒരു റിയാലിറ്റിയിൽ വാൻഡ എന്ന് പറയുന്നത് നമ്മുടെ ആക്ച്വൽ വാൻഡ തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ ഹാഗിത വന്നിട്ട് നമ്മുടെ വാൻഡയുടെ അടുത്ത് നിന്നെയാണ് വിളിക്കുന്നത്, ചെല്ല് ചെല്ല് എന്നൊക്കെ പറയുന്നു. അങ്ങനെ നമ്മുടെ വാൻഡ പെട്ടെന്ന് അങ്ങോട്ട് നടക്കുന്ന സമയത്ത് വാൻഡ ഒരു കുഞ്ഞു കുട്ടിയായിട്ട് ആ ഒരു റിയാലിറ്റിയുടെ ഭാഗമായിട്ട് ഇവളുടെ അച്ഛൻ്റെ അടുത്തേക്ക് പോകുന്നുണ്ട്. അപ്പോൾ എന്താണ്
സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഈ ഒരു റിയാലിറ്റിയിൽ വന്നിട്ട് ആ ഒരു റിയാലിറ്റിയുടെ ഭാഗമായിട്ടാണ് ഇപ്പോൾ മാറിയിട്ടുണ്ടായത്. അങ്ങനെ നമ്മുടെ ഹാഗിത അവിടെ ഇരുന്നിട്ട് ഇതൊക്കെ കാണുന്നുണ്ട്. ഇപ്പോൾ നോക്കി കഴിഞ്ഞാൽ നമ്മുടെ വാൻഡ വന്നിട്ട് അച്ഛൻ്റെ അടുത്ത് വന്നിട്ട് അച്ഛ കണ്ടത് സന്തോഷം കൊണ്ട് വളരെ ഹാപ്പി ആയിട്ട് അവരെല്ലാവരും കൂടിയിട്ട് ആ ഒരു സിറ്റ്കോം മൂവീസൊക്കെ കാണാനായിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ ഈ സിറ്റ്കോം മൂവി ഓപ്പൺ ആവുന്ന സമയത്ത് ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണ് ഓപ്പൺ ആവുന്നത്. ഇതുകൊണ്ടായിരുന്നു നമ്മുടെ വാൻഡയ്ക്ക് ഈ സിറ്റ്കോം മൂവീസ് ഇഷ്ടമായതുകൊണ്ടായിരുന്നു അവൾ ആ ഒരു റിയാലിറ്റി ഉണ്ടാക്കിയ സമയത്ത് തന്നെ അത് സിറ്റ്കോം മൂവീസിൻ്റെ സ്റ്റാർട്ടിങ് പോലെ തന്നെ 1980s ഒക്കെ കാണിച്ചിട്ടുണ്ടായത്. അങ്ങനെ അവരെല്ലാവരും കൂടി വളരെ ഹാപ്പി ആയിട്ട് ആ സിറ്റ്കോം മൂവീസ് കാണുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ ഒരു ബോംബ് അവിടേക്ക് വന്ന് വീണ് വലിയൊരു അപകടം തന്നെ ഉണ്ടാകുന്നു. അങ്ങനെ ആ ഒരു അപകടത്തിൽ ഇവളുടെ അച്ഛനും അമ്മയും മരിച്ചു പോകുന്നുണ്ട്. എന്നാൽ നമ്മുടെ പേട്രോയും അതുപോലെ തന്നെ നമ്മുടെ വാൻഡിയും ആകട്ടെ ഒരു ടേബിളിൻ്റെ അടിയിലേക്ക് തെറിച്ച് വീണ് അവർ സേഫ് ആയിട്ടായിരുന്നു ഇരിക്കുന്നുണ്ടായത്. അങ്ങനെ അവർ അവിടെ കിടക്കുന്ന സമയത്ത് പെട്ടെന്ന് അവിടേക്ക് മറ്റൊരു ബോംബും കൂടി വീഴുന്നുണ്ട്. അങ്ങനെ നമ്മുടെ വാൻഡ് ആ ഒരു ബോംബിൻ്റെ മുകളിൽ പേര് വായിക്കുന്ന സമയത്ത് അതിൻ്റെ മുകളിൽ സ്റ്റാർക്ക് ഇൻഡസ്ട്രീസ് എന്നായിരുന്നു എഴുതിയിട്ടുണ്ടായത്. അങ്ങനെ നമ്മുടെ വാൻഡ ആകട്ടെ അവളുടെ ആ ഒരു പവേഴ്സ് ഉപയോഗിച്ചിട്ട് അതിന് മാറ്റിയെടുക്കാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ നമ്മുടെ ഹാഗിത വന്നിട്ട് നമ്മുടെ വാൻഡേനെ പിന്നോട്ട് വലിക്കുന്നുണ്ട്. ഇതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വാൻഡ എന്തെങ്കിലുമൊക്കെ ഒരു റിയാലിറ്റിയിൽ മാറ്റം വരുത്തി കഴിഞ്ഞാൽ അത് ടോട്ടലായിട്ടുള്ള റിയാലിറ്റിയുടെ നാശം തന്നെയായിരിക്കും കാരണമാകുന്നത്. അതുകൊണ്ടായിരുന്നു നമ്മുടെ ഹാഗിത അവളോട് ഒന്നും ചെയ്യാതെ അവളെ പിന്നോട്ട് വലിച്ചിട്ട് പഴയതുപോലെ തന്നെ കൊണ്ടുവന്നത്. എന്നിട്ട് നമ്മുടെ ഹാഗിത വന്നിട്ട് നമ്മുടെ വാൻഡയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്, നിന്നെ കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ, ഇതൊക്കെയാണ് എൻ്റെ വിഷമങ്ങൾ, ഇതുകൊണ്ടായിരുന്നു നീ ഈ റിയാലിറ്റി ഉണ്ടാക്കിയതല്ലേ എന്നൊക്കെ നമ്മുടെ വാൻഡയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവൾ ഒന്നും തന്നെ മിണ്ടുന്നില്ല. അതിനുശേഷം നമ്മുടെ ഹാഗിതയാകട്ടെ നമ്മുടെ വാൻഡേനെ മറ്റൊരു റിയാലിറ്റിയിലേക്കാണ് കൊണ്ടുപോകുന്നത്. അതായത് ഈ ഒരു വാൻഡയുടെ ലൈഫ് ടൈമിൽ തന്നെ നടക്കുന്ന ഓരോരോ കാലഘട്ടത്തിലേക്കാണ് നമ്മുടെ ഹാഗിത അവളെ ഓരോരോ കാലങ്ങളായിട്ട് കൊണ്ടുപോകുന്നത്. അങ്ങനെ രണ്ടാമത് കൊണ്ടുപോകുന്നത് പറയുന്നത് നമ്മുടെ വാൻഡയും പേട്രോയും ഈ ഒരു സംഭവങ്ങളൊക്കെ നടന്നിട്ട് വലിയ കുട്ടികളായതിനു ശേഷം അവർ ഒരു ആൻറ്റി ടെററിസ്റ്റ് ഗ്രൂപ്പിൽ ചേരുന്നുണ്ട്. അതായത് ഇത്തരം ടെററിസ്റ്റുകൾക്കെതിരെ പോരാടുന്നതിന് വേണ്ടിയുള്ള ഗ്രൂപ്പായിരുന്നു ഇത് ആൻറ്റി ടെററിസ്റ്റ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ചേരാൻ വേണ്ടിയിട്ട് ആ ഒരു റിയാലിറ്റിയുടെ ഭാഗമായിട്ടുള്ള ആ പാസ്റ്റ് വാൻഡയായിട്ട് ഒരു എക്സ്പെരിമെൻറ്റിൻ്റെ ഭാഗമായിട്ട് അവിടേക്ക് വരികയാണ്. അവിടെ വെച്ചിട്ട് നമ്മുടെ ആ ഒരു ടീമിലുള്ള ഒരാൾ പറയുകയാണ് അവളോട് ആ ഒരു ഇൻഫിനിറ്റി സ്റ്റോൺ തൊടാനായിട്ട് പറയുന്നു. എന്നാൽ അവളെ തൊടാൻ പോകുന്നതിന് മുമ്പ് തന്നെ ആ ഒരു ഇൻഫിനിറ്റി സ്റ്റോൺ എക്സ്പ്ലോഡ് ആയിട്ട് അതിൻ്റെ ഉള്ളിൽ നമ്മുടെ വിഷൻ്റെ തലയിലുള്ള ആ ഒരു സ്റ്റോണായിട്ട് അവിടെ ഉണ്ടായിരുന്നത്. അങ്ങനെ ആ ഒരു സ്റ്റോണിൽ നിന്നുള്ള ഒത്തിരിയധികം പവേഴ്സൊക്കെ നമ്മുടെ വാൻഡയുടെ മേത്ത് വന്ന് പതിക്കുകയും അങ്ങനെ നമ്മുടെ വാൻഡയ്ക്ക് സൂപ്പർ പവേഴ്സൊക്കെ ലഭിക്കുകയും ഇതിലൂടെയായിരുന്നു. അപ്പോൾ ഇതായിരുന്നു ആക്ച്വലി നമ്മുടെ വാൻഡയ്ക്ക് പവേഴ്സ് കിട്ടാനുള്ള മെയിൻ ആയിട്ടുള്ള കാരണം. ഈ ഒരു ഇൻഫിനിറ്റി സ്റ്റോണിനുള്ള ബോണ്ട് കാരണമാണ് അവൾക്ക് പവേഴ്സ് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ ആയിരിക്കണം നമ്മുടെ വിഷൻ്റെ മുത്ത് നമ്മുടെ വാൻഡയ്ക്ക് ആ ഒരു ലൈഫ് ലൈൻ ക്രിയേറ്റ് ആവാനുള്ള സാധ്യത ഉണ്ടായിരുന്നു. കാരണം ആ ഒരു സ്റ്റോണിൽ നിന്നായിരുന്നു പവേഴ്സൊക്കെ കിട്ടിയത്. അപ്പോൾ ആ ഒരു പവേഴ്സ് കാരണമായിരുന്നു ആ ഒരു സ്റ്റോണിനുള്ള മനുഷ്യനോട് തന്നെ അട്രാക്ഷൻ തോന്നുന്നത്, അതായത് മ്യൂച്വൽ അട്രാക്ഷൻ തോന്നാനുള്ള കാരണവും ഇത് തന്നെയായിരിക്കാം. അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ ഹാഗിതയാകട്ടെ നമ്മുടെ വാൻഡേനെ മറ്റൊരു റിയാലിറ്റിയിലേക്ക് കൊണ്ടുപോവുകയാണ്. അതായത് അവെഞ്ചേഴ്സ് 2 ശേഷമുള്ള ഒരു കാലഘട്ടത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. അവിടെ നോക്കിയെങ്കിൽ നമ്മുടെ വാൻഡയാകട്ടെ വളരെ സാഡായിട്ട്, അതായത് കാരണം നമ്മുടെ പേട്രോ മരിച്ചു പോയ കാരണം വളരെ സാഡായിട്ട് റൂമിൽ ഒറ്റയ്ക്ക് ഇരുന്നതിന് കരയായിരിക്കും. അപ്പോൾ അവിടേക്ക് നമ്മുടെ വിഷൻ കടന്നു വരുന്നുണ്ട്. എന്നിട്ട് അവൻ വന്നിട്ട് നമ്മുടെ വാൻഡേനെ ഒത്തിരിയധികം ആശ്വസിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സമയം തൊട്ടിട്ടാണ് നമ്മുടെ വാൻഡയ്ക്ക് നമ്മുടെ വിഷൻ്റെ അടുത്ത് ഒത്തിരിയധികം ബോണ്ട്, അതായത് ആ ഒരു മ്യൂച്വൽ അട്രാക്ഷൻ തോന്നുന്നത്. അപ്പോൾ അതിനുശേഷം നമ്മുടെ ഹാഗിത വന്നിട്ട് നമ്മുടെ വാൻഡയുടെ അടുത്ത് ചോദിക്കുകയാണ് അപ്പോൾ ഈ ഒരു കാരണം, അതായത് നമ്മുടെ വിഷനും പേട്രോയും അതുപോലെ തന്നെ അച്ഛനും അമ്മയും മരിച്ചിട്ട് നീ എലോൺ ആയിട്ടുള്ള തോന്നൽ കാരണമാണോ നീ ഈ ഒരു റിയാലിറ്റി ഉണ്ടാക്കിയതെന്ന് നമ്മുടെ വാൻഡയുടെ അടുത്ത് ചോദിക്കുന്ന സമയത്ത് നമ്മുടെ വാൻഡ പറയുകയാണ് അങ്ങനെയൊന്നുമില്ല, എനിക്ക് കൂടുതൽ പറയാനൊന്നുമില്ല, ഞാൻ മര്യാദയ്ക്ക് ഈ ഒരു സംഭവങ്ങളൊക്കെ നിർത്തിയിട്ട് എന്നെ പഴയതുപോലെ ആ ഒരു റിയാലിറ്റിയിലേക്ക് കൊണ്ടുപോകാനൊക്കെ നമ്മുടെ ഹാഗിതയുടെ അടുത്ത് പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഹാഗിത പറയുകയാണ് ഞാൻ ആ ഒരു ഫൈനൽ സ്റ്റേജിലാണ് നിൽക്കുന്നത്, നീ എങ്ങനെയാണ് ഈ ഒരു സംഭവം ചെയ്തതെന്ന് എനിക്ക് പറഞ്ഞു തരണം എന്നൊക്കെ നമ്മുടെ വാൻഡയുടെ അടുത്ത് പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വാൻഡയായിട്ട് എനിക്ക് ഒന്നും തന്നെ പറഞ്ഞു തരാൻ പറ്റില്ല എന്നൊക്കെ പറയുന്നു. അപ്പോൾ നമ്മുടെ ഹാഗിതയായിട്ട് നിർബന്ധിച്ചിട്ട് ആ ഒരു കാലഘട്ടത്തിൽ, അതായത് മറ്റൊരു കാലഘട്ടത്തേക്ക് മറ്റൊരു റിയാലിറ്റിയിലേക്ക് നമ്മുടെ വാൻഡയെ കൊണ്ടുപോവുകയാണ്. ഈ ഒരു സംഭവം എന്ന് പറയുന്നത് ആ ഒരു സോഡ് കമ്പനിയിലേക്ക് വന്നിട്ട് നമ്മുടെ വാൻഡ വന്നിട്ട് ആ ഒരു വിഷൻ്റെ ബോഡി എടുത്തുകൊണ്ട് പോയിരുന്നില്ലേ, ആ ഒരു സംഭവത്തിലേക്കാണ് കൊണ്ടുപോകുന്നത്. അവിടെ വെച്ച് നമ്മുടെ വാൻഡ വന്നിട്ട് നമ്മുടെ ഈ ഒരു സോഡ് കമ്പനിയുടെ സിഇഒയുടെ അടുത്ത്, അതായത് ഹാർഡ് വർക്കിൻ്റെ അടുത്ത് വന്നിട്ട് പറയുകയാണ് എവിടെയാണ് വിഷൻ്റെ ബോഡി ഉള്ളത് എന്നൊക്കെ ചോദിക്കുന്നു. അപ്പോൾ അയാൾ പറയുകയാണ് താഴേക്ക് കാണിച്ചു കൊടുക്കുന്ന സമയത്ത് നമ്മുടെ വിഷൻ ആകട്ടെ അവനൊരു റോബോട്ട് ആയിരുന്നില്ലേ, ആ ഒരു റോബോട്ടിൻ്റെ മുകളിൽ സ്റ്റോൺ ഫിക്സ് ചെയ്തിട്ടായിരുന്നില്ലേ നമ്മുടെ വിഷൻ ആക്റ്റീവ് ആയിരുന്നത്. അപ്പോൾ ആ ഒരു റോബോട്ട് ആയതുകൊണ്ട് തന്നെ അവൻ്റെ ബോഡിയൊക്കെ ഡിസ്മാൻഡിൽ ചെയ്തിട്ട് ഓരോരോ പാർട്സ് ആയിട്ട് കട്ട് ചെയ്തിട്ട് അവിടെ മാറ്റി വെച്ചിരിക്കുകയും. അപ്പോൾ ഇത് കാണുന്ന സമയത്ത് നമ്മുടെ വാൻഡയ്ക്ക് ഒത്തിരിയധികം ദേഷ്യം വരുന്നു. കാരണം താൻ ജീവനെ പോലെ സ്നേഹിച്ചിരുന്ന തൻ്റെ പ്രിയപ്പെട്ടവനെ ഇപ്പോൾ ഇങ്ങനെയാക്കി വെച്ചിരിക്കുന്ന അവസ്ഥ കണ്ടിട്ട് നമ്മുടെ വാൻഡയ്ക്ക് ഒത്തിരിയധികം ദേഷ്യം വരികയും അവിടെയുള്ള എല്ലാവരെയും തന്നെ കൊന്നുകളയുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സോഡ് കമ്പനിയുടെ സിഇഒ ആകട്ടെ ഇതൊക്കെ മുൻകൂട്ടി കണ്ടിട്ട് അവിടെ നിന്നും രക്ഷപ്പെട്ടു പോവുകയായിരുന്നു ചെയ്തിരുന്നത്. അങ്ങനെ നമ്മുടെ വാൻഡ വന്നിട്ട് നമ്മുടെ വിഷൻ്റെ ബോഡി എടുത്തിട്ട് അവിടെ നിന്ന് നേരെ പോകുന്നത് ഈ ഒരു വെസ്റ്റ് വ്യൂ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കായിരുന്നു. കാരണം ഇവിടെയായിരുന്നു അവർ 2 പേരും കൂടി സ്നേഹിച്ച് ജീവിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ ഒരു സ്ഥലത്ത് അവർ പൊളോട്ടും മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. തങ്ങൾ എപ്പോഴെങ്കിലും ഒരുമിച്ച് ജീവിക്കാൻ പറ്റുകയാണെങ്കിൽ ഇവിടെ തന്നെ ജീവിക്കാൻ എന്നായിരുന്നു നമ്മുടെ വിഷൻ അവളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടേക്ക് വന്നിട്ട് നമ്മുടെ വാൻഡ ഒത്തിരിയധികം വളരെ സാഡായിട്ട് അവിടെ ഇരുന്ന് പൊട്ടിക്കരയുകയാണ്. അങ്ങനെ നമ്മുടെ വാൻഡയായിട്ട് ഒത്തിരിയധികം ദേഷ്യം വന്നിട്ട് ഒരു വലിയ എക്സ്പ്ലോഷൻ തന്നെ ക്രിയേറ്റ് ചെയ്യുന്നു. അതായത് അവളുടെ പവേഴ്സൊക്കെ ഉപയോഗിച്ചിട്ട് വലിയൊരു എക്സ്പ്ലോഷൻ തന്നെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഈ ഒരു എക്സ്പ്ലോഷൻ കാരണമാണ് ആ ഒരു വെസ്റ്റ് വ്യൂ എന്ന് പറഞ്ഞാൽ വളരെ സമാധാനമായിട്ടുള്ള ആ ഒരു സ്ഥലം മുഴുവനായിട്ടും ഒരു റിയാലിറ്റി ആയിട്ട് മാറിയിട്ടുണ്ടായത്. തുടർന്ന് നമ്മുടെ വാൻഡ വന്നിട്ട് അവളുടെ ആ ഒരു പാർഷ്യൽ പവേഴ്സ് ഉപയോഗിച്ചിട്ട്, അതായത് നമ്മുടെ ഈ ഒരു മൈൻഡ് സ്റ്റോണിൽ തന്നെയായിരുന്നു അവൾക്ക് പാർഷ്യൽ ബോണ്ട് ക്രിയേറ്റ് ചെയ്ത കാരണമായിരുന്നു അവൾക്ക് പവേഴ്സൊക്കെ കിട്ടിയിട്ടുണ്ടായത്. ആ ഒരു പവേഴ്സിൻ്റെ പാർഷ്യൽ ഭാഗം ഉപയോഗിച്ചിട്ട് നമ്മുടെ വിഷന് ജീവൻ കൊടുക്കുകയും അവനെ ഈ ഒരു റിയാലിറ്റിയിലേക്ക് കൊണ്ടുവരികയും ചെയ്യുന്നു.
പറയുന്നു. അങ്ങനെ തുടർന്ന് ഇതിന് ശേഷമാണ് ഈ ഒരു എപ്പിസോഡുകൾ ഓരോന്നോരോന്നായിട്ട് ആ ഒരു സിറ്റ്കോം മൂവീസ് പോലെ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് ശേഷം നമ്മുടെ ഹാഗിത ആകട്ടെ ഈ ഒരു കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി എങ്ങനെയാണ് ഈ ഒരു സംഭവം ചെയ്യുന്നതെന്ന് മനസ്സിലാക്കിയതിന് ശേഷം നമ്മുടെ ഹാഗിത പറയുകയാണ് എനിക്ക് പോകേണ്ട സമയമായെന്ന് പറഞ്ഞിട്ട് അവിടുന്ന് ഡിസപ്പിയർ ആയിട്ട് പോകുന്നു. അപ്പോൾ നമ്മുടെ വാൻഡ ആകട്ടെ പഴയതുപോലെ തന്നെ ആ ഒരു ബേസ്മെൻറ്റിൽ തന്നെ പഴയതുപോലെ തന്നെ വരുന്നുണ്ട്. അപ്പോൾ അവിടുന്ന് നോക്കുന്ന സമയത്ത് നമ്മുടെ ബില്ലിയുടെയും ടോമിൻ്റെയും മോളിട്ട് നിലവിളിക്കുന്ന ശബ്ദങ്ങളൊക്കെ നമ്മുടെ വാൻഡ കേൾക്കുന്നു. അപ്പോൾ അവിടേക്ക് ഓടിപ്പോകുന്ന സമയത്ത് പുറത്തേക്ക് കടക്കുന്ന സമയത്ത് ഹാഗിനിസിൻ്റെ വീടിൻ്റെ പുറത്തേക്ക് കടക്കുന്ന സമയത്ത് അവിടെ നമ്മുടെ ബില്ലിയും ടോമിയുടെയും കഴുത്തിൽ പ്രത്യേകതരം മന്ത്ര കയറൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മുടെ ഹാഗിതയാകട്ടെ അവരെ കൺട്രോൾ ചെയ്ത് കൊല്ലാൻ വേണ്ടി നിൽക്കുന്നതൊക്കെ ആയിട്ട് നമ്മുടെ വാൻഡ കാണുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വാൻഡ പറയുകയാണ് നീ ഞങ്ങളുടെ കുട്ടീനെ മര്യാദയ്ക്ക് വിട്ടില്ലെങ്കിൽ തന്നെ ഞാൻ കൊന്നു കളയുമെന്നൊക്കെ നമ്മുടെ വാൻഡ വന്നിട്ട് നമ്മുടെ ഹാഗിതയുടെ അടുത്ത് പറയുകയാണ്. അപ്പോൾ നമ്മുടെ ഹാഗിത പറയുകയാണ് നിനക്ക് ഒത്തിരിയധികം പവേഴ്സ് ഉണ്ട്, ഈ ഒരു പവറിൻ്റെ പേര് ഞാൻ കണ്ടുപിടിച്ചു, ഇതിൻ്റെ പേര് കാവോസ് മാജിക് എന്നായിരുന്നു. ഈ ഒരു പവേഴ്സ് വളരെയധികം ഡേഞ്ചറാണ്, നീ ഇത് ഇത്രയും കാലം എൻ്റെ ഉള്ളിൽ ഒതുക്കി പിടിച്ചിരുന്നെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞെട്ടലാണ് എനിക്കുണ്ടായത്. അപ്പോൾ ഇതുകൊണ്ടായിരിക്കും നീ ചിലപ്പോൾ സ്കാർലെറ്റ് വിച്ചായിട്ട് മാറിയിട്ടുണ്ടാവുക എന്നൊക്കെ നമ്മുടെ വാൻഡയുടെ അടുത്ത് പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വാൻഡയായിട്ട് ഒന്നും തന്നെ മനസ്സിലാകുന്നില്ല. കാരണം അവൾ ഇതിനു മുമ്പ് ഈ സ്കാർലെറ്റ് വിച്ച് എന്ന് പറഞ്ഞ ഒരു പേര് കേട്ടിട്ടേ ഉണ്ടായിരുന്നില്ല. അവളുടെ പേര് വാൻഡ എന്നായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു സ്കാർലെറ്റ് വിച്ച് എന്ന് പറഞ്ഞ ഈ ഒരു പുതിയ പേര് അവൾക്കൊരു പുതുമയായിരുന്നു. അതുകൊണ്ട് തന്നെ അവൾ ഒന്നും തന്നെ മനസ്സിലാകാതെ അവിടെ നിൽക്കുന്നു. ഇതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ സ്വോർഡ് കമ്പനിയാണ്. അവരാകട്ടെ ഈ ഒരു റിയാലിറ്റിയുടെ ഉള്ളിലേക്ക് കടന്നു പോകാൻ വേണ്ടിയിട്ട് ഈ ഒരു വിഷൻ്റെ പാർട്സ് ഒക്കെ ഉപയോഗിച്ചിട്ട് ഒരു പ്രത്യേക തരം വിഷൻ്റെ ബോഡിയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ആ ഒരു വിഷൻ്റെ ബോഡി കളർ എന്ന് പറയുന്നത് ഒരു വൈറ്റ് കളറായിരുന്നു. അപ്പോൾ ഈ ഒരു വിഷന് പവേഴ്സ് ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ വാൻഡ വന്നിട്ട് ആ ഒരു ഡ്രോൺ വലിച്ചെറിഞ്ഞ സമയത്ത് നമ്മുടെ വാൻഡയുടെ ഒത്തിരിയധികം പവേഴ്സൊക്കെ ആ ഒരു ഡ്രോണിൽ അടങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു ഡ്രോണിൻ്റെ മുകളിൽ നിന്ന് നമ്മുടെ വാൻഡയുടെ പവേഴ്സ് ഉപയോഗിച്ചിട്ട് നമ്മുടെ ഈ ഒരു ഡ്യൂപ്ലി വിഷന് പവേഴ്സ് കൊടുക്കുകയും അങ്ങനെ അതിന് ജീവൻ കൊടുക്കുകയാണ് ഇപ്പോൾ നമ്മുടെ സ്വോർഡ് കമ്പനി ചെയ്യുന്നത്. അങ്ങനെ ഈ ഒരു ഡ്യൂപ്ലി വിഷൻ ഉപയോഗിച്ചിട്ട് അവർക്ക് ഈ റിയാലിറ്റിയിലേക്ക് കടന്നു പോയി അറ്റാക്ക് ചെയ്യാമെന്നൊക്കെയായിരുന്നു നമ്മുടെ സ്വോർഡ് കമ്പനിയുടെ പ്ലാൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാണിച്ചുകൊണ്ടാണ് ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നത്. അതിനുശേഷം നമ്മൾ കാണാൻ പോകുന്നത് 9ാമത്തെ എപ്പിസോഡാണ്. അപ്പോൾ ഈ ഒരു എപ്പിസോഡിൻ്റെ സ്റ്റാർട്ടിങ്ങിലാകട്ടെ നമ്മുടെ ഹാഗിത വന്നിട്ട് ആ 2 കുട്ടികളുടെ കഴുത്തിൽ കയറൊക്കെ പിടിച്ചിട്ട് നമ്മുടെ വാൻഡേനായിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ വാൻഡ പറയുകയാണ് എൻ്റെ കുട്ടികളെ വെറുതെ വിടില്ലെങ്കിൽ ഞാൻ നിന്നെ കൊന്നു കളയുമെന്നൊക്കെ നമ്മുടെ ഹാഗിതയുടെ അടുത്ത് പറയുന്നു. അപ്പോൾ നമ്മുടെ ഹാഗിത പറയുകയാണ് അത് തന്നെയാണ് എനിക്കും വേണ്ടത്, നീ എൻ്റെ പവേഴ്സൊക്കെ എൻ്റെ മേത്ത് ഉപയോഗിക്കാനായിട്ട് തുടങ്ങണം, അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഈ ഒരു കാവോസ് മാജിക്കൊക്കെ നിന്നിൽ നിന്നും എനിക്ക് ചോർത്തിയെടുക്കാൻ സുഖമായിരിക്കുമെന്നൊക്കെ നമ്മുടെ വാൻഡയുടെ അടുത്ത് പറയുന്നുണ്ട്. അങ്ങനെ നമ്മുടെ വാൻഡയ്ക്കായിട്ട് ഒത്തിരിയധികം ദേഷ്യം വന്നിട്ട് ആ ഒരു പവർ നമ്മുടെ ഹാഗിതയുടെ മേത്ത് ഉപയോഗിക്കുന്ന സമയത്ത് നമ്മുടെ ഹാഗിത തെറിച്ചു പോകുന്നുണ്ടെങ്കിലും അതേസമയം നമ്മുടെ വാൻഡയുടെ കയ്യിൽ നിന്നും ആ ഒരു കളറൊക്കെ മാറിയിട്ട് അവളുടെ പവേഴ്സ് പോകുന്നതിൻ്റെ ഭാഗമായിട്ട് അവളുടെ കയ്യിൻ്റെ കളർ കറുപ്പ കളറായിട്ട് മാറുന്നതൊക്കെ ആയിട്ട് നമുക്ക് ഈ ഒരു സീനിൽ കാണാവുന്നതാണ്. അതിനുശേഷം ഹാഗിതയായിട്ട് അവിടെ നിന്ന് വീണ്ടും എഴുന്നേറ്റ് വരുന്നുണ്ട്. അങ്ങനെ നമ്മുടെ വാൻഡ എങ്ങനെയൊക്കെ ഒരു കാർ കൊണ്ടുവന്ന് നമ്മുടെ ഹാഗിതയുടെ മേത്ത് ഇടിച്ച് അവിടെ നിന്ന് തെറിപ്പിച്ച് വീഴ്ത്തുന്നുണ്ടെങ്കിലും അവിടെ പോയി നോക്കുന്ന സമയത്ത് അവിടെ നമ്മുടെ ഹാഗിത ഉണ്ടായിരിക്കില്ല. അങ്ങനെ കുറച്ച് കഴിയുന്ന സമയത്ത് അവിടേക്ക് നമ്മുടെ വൈറ്റ് വിഷൻ കടന്നു വരികയാണ്. അതായത് ആ ഒരു സ്വോർഡ് കമ്പനി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ആ ഒരു പ്രത്യേകതരം വിഷൻ അവിടേക്ക് കടന്നു വരികയാണ്. ഇത് കാണുന്ന സമയത്ത് നമ്മുടെ വാൻഡയ്ക്ക് ഒത്തിരിയധികം സന്തോഷമാകുന്നു. കാരണം അവൾ കരുതുന്നത് അത് ഒറിജിനൽ വിഷൻ എന്നാണ്. അങ്ങനെ അവളുടെ അടുത്തേക്ക് ചെന്ന് നിൽക്കുന്ന സമയത്ത് നമ്മുടെ വിഷൻ വന്നിട്ട് നമ്മുടെ വാൻഡയുടെ മുഖത്ത് വന്ന് പിടിച്ചിട്ട് ഹലോ വാൻഡ എന്നൊക്കെ പറയുന്നുണ്ട്. തൊട്ടടുത്ത നിമിഷം തന്നെ നമ്മുടെ വിഷൻ ആകട്ടെ നമ്മുടെ വാൻഡേനെ കൊല്ലാനൊക്കെ ആയിട്ടാണ് ശ്രമിക്കുന്നത്. കാരണം അവൻ്റെ മനസ്സിൽ ഫീഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് അതായിരുന്നു. അവൻ ഒറിജിനൽ വിഷനൊക്കെ പോലെ തന്നെയാണെങ്കിലും അവൻ്റെ ഡാറ്റയൊക്കെ മാറ്റിക്കളഞ്ഞ് ഇപ്പോൾ വാൻഡേനെ കൊല്ലുക എന്ന് മാത്രമായിരുന്നു അവൻ്റെ മനസ്സിൽ ഇപ്പോൾ ഫീഡ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു വിഷൻ വന്നിട്ട് നമ്മുടെ വാൻഡേനെ കൊല്ലാനൊക്കെ ആയിട്ട് ശ്രമിക്കുന്നത്. അങ്ങനെ നമ്മുടെ വാൻഡ ഒത്തിരിയധികം ട്രൈ ചെയ്യുന്നുണ്ടെങ്കിലും അവൻ അവളെ തടയാനൊക്കെ ആയിട്ട് പറ്റുന്നുണ്ടായിരിക്കില്ല. അങ്ങനെ നമ്മുടെ വിഷൻ നമ്മുടെ വാൻഡേനെ ഇപ്പോൾ കൊല്ലുമെന്ന് പറഞ്ഞ് നിൽക്കുന്ന സമയത്ത് അവിടേക്ക് നമ്മുടെ ഒറിജിനൽ വിഷൻ അവിടേക്ക് കടന്നു വരികയാണ്. അതായത് ഈ ഒരു റിയാലിറ്റിയുടെ ഭാഗമായിട്ടുള്ള വിഷൻ അവിടേക്ക് കടന്നു വന്നിട്ട് നമ്മുടെ ഈ ഒരു വൈറ്റ് വിഷൻ അവിടെ നിന്ന് തെറിപ്പിച്ച് വിടുന്നുണ്ട്. അപ്പോൾ ഇത് കാണുന്ന നമ്മുടെ വാൻഡയ്ക്ക് ഒത്തിരിയധികം സന്തോഷമാകുന്നു. അങ്ങനെ നമ്മുടെ ആ ഒരു ഒറിജിനൽ വിഷൻ തിരിച്ചു വന്നിട്ട് നമ്മുടെ വാൻഡയുടെ അടുത്ത് വരുന്ന സമയത്ത് നമ്മുടെ വാൻഡ വന്നിട്ട് നമ്മുടെ ഈ ഒരു വിഷൻ്റെ അടുത്ത് സോറിയൊക്കെ പറയുന്നുണ്ട്. ഞാൻ ഈ ഒരു കാര്യങ്ങളൊക്കെ നിന്നിൽ നിന്ന് മറച്ചു വെച്ചതിന് സോറിയൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ നമ്മുടെ വിഷനും സാരമില്ല, ഈ ഒരു കാര്യങ്ങളൊക്കെ എന്തുകൊണ്ടാണ് നീ ചെയ്തതെന്ന് എനിക്ക് മനസ്സിലായി, സാരമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ വാൻഡയുടെ അടുത്തും പറയുന്നു. അപ്പോൾ അവിടേക്ക് നമ്മുടെ ആ ഒരു ഹാഗിത അപ്രത്യക്ഷമായ ഹാഗിതയാകട്ടെ പ്രത്യക്ഷമായിട്ട് അവിടേക്ക് ഇങ്ങനെ കടന്നു വരുന്നുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു വൈറ്റ് വിഷനും കടന്നു വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വാൻഡ നമ്മുടെ വിഷൻ്റെ അടുത്ത് പറയുകയാണ് നമ്മളൊരു ഫാമിലിയാണ്, നമ്മൾ ഫാമിലിയായിട്ട് തന്നെ ഫൈറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഫൈറ്റ് ചെയ്യാനൊക്കെ പോകുന്നു. അപ്പോൾ ഇതേ സമയം ഈ ഒരു കാര്യങ്ങളൊക്കെ നമ്മുടെ മോനിക്കയായിട്ട് ആ ഒരു വീടിൻ്റെ ഉള്ളിൽ നിന്ന് കാണുന്നുണ്ടായിരിക്കും. എന്നാൽ അവൾക്ക് ഒന്നും തന്നെ ചെയ്യാൻ പറ്റുന്നുണ്ടായിരിക്കില്ല. കാരണം നമ്മുടെ പേട്രോ വന്നിട്ട് അവളെ കൺട്രോൾ ചെയ്ത് അവിടെ തടഞ്ഞു വെച്ചിരിക്കുകയായിരിക്കും. ഇതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ ഒറിജിനൽ വിഷനും അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു വൈറ്റ് വിഷനും കൂടിയിട്ടുള്ള ഒരു വലിയൊരു ഫൈറ്റ് തന്നെയാണ് നടക്കുന്നത്. You must be destroyed. I know that. അങ്ങനെ ആ ഒരു ഫൈറ്റിൽ വെച്ചിട്ട് നമ്മുടെ ഈ ഒരു വൈറ്റ് വിഷൻ ആകട്ടെ അവന് പ്രത്യേകിച്ച് പവേഴ്സ് ഒന്നുമില്ല. എന്നാൽ ഈ ഒരു ഒറിജിനൽ വിഷൻ കാണിക്കുന്ന ഓരോരോ പവേഴ്സും കണ്ടിട്ട് ആ ഒരു കാര്യങ്ങളൊക്കെ അവൻ്റെ മൈൻഡിൽ അവൻ ഫീഡ് ചെയ്ത് വെക്കുകയും അതേപോലെ തന്നെ തിരിച്ച് ഫൈറ്റ് ചെയ്യാനൊക്കെ തുടങ്ങുന്നു. അങ്ങനെ ആ ഒരു ഫൈറ്റിൽ നമ്മുടെ ഒറിജിനൽ വിഷൻ ആകട്ടെ തോറ്റു പോകുന്ന സാഹചര്യമാകുന്നു. ഇതേ സമയം നമ്മുടെ വാൻഡയും ഹാഗിതയും കൂടിയിട്ട് വലിയൊരു ഫൈറ്റ് മാർക്കറ്റിൻ്റെ നടുവിലായിട്ട് നടക്കുന്നുണ്ട്. അങ്ങനെ ആ ഒരു ഫൈറ്റിലാകട്ടെ നമ്മുടെ ഹാഗിതയാകട്ടെ ഇവിടെ നിന്നും അപ്രത്യക്ഷമായി മറ്റൊരു സ്ഥലത്ത് പ്രത്യക്ഷമാകുന്നു. അങ്ങനെ പല സ്ഥലത്തായിട്ട് പ്രത്യക്ഷപ്പെട്ടിട്ട് നമ്മുടെ വാൻഡയുടെ അടുത്ത് ഫൈറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഫൈറ്റിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ഹാഗിത വന്നിട്ട് നമ്മുടെ വാൻഡയുടെ അടുത്ത് പറയുകയാണ് ഇല്ലത്
തന്നെ ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള വിച്ചാണ് സ്കെയർലെറ്റ് വിച്ച്. അതാണ് നീ, നിനക്ക് ഈ ഒരു പവേഴ്സ് ഒന്നും കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല, നിൻ്റെ അൺകൺട്രോൾഡായിട്ടാണ് ഈ ഒരു കാര്യങ്ങളൊക്കെ ഇവിടെ നടക്കുന്നതൊക്കെ നമ്മുടെ വാൻഡയുടെ അടുത്ത് പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വാൻഡ പറയുകയാണ് എനിക്ക് ഇത് ആരാണെന്ന് തന്നെ അറിയില്ല, നീ മര്യാദയ്ക്ക് ഈ സംഭവങ്ങളൊക്കെ നിർത്തിയിട്ട് പഴയതുപോലെ തന്നെ ആക്കുന്നൊക്കെ നമ്മുടെ ഹാഗിതയുടെ അടുത്ത് പറയുന്നുണ്ട്. എന്നാൽ നമ്മുടെ ഹാഗിതയായിട്ട് ഇത് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് അവിടെ ഉണ്ടായിരുന്ന ലോട്ടി എന്ന് പറഞ്ഞ സ്ത്രീനെ അവളുടെ മൈൻഡ് പഴയതുപോലെ തന്നെ ആക്കുന്നുണ്ട്. അങ്ങനെ ആ ഒരു ലോട്ടി വന്നിട്ട് നമ്മുടെ വാൻഡയുടെ അടുത്ത് പറയുകയാണ് എന്നെ രക്ഷിക്കണം, എൻ്റെ പേര് സാറ എന്നാണ്, എൻ്റെ പേര് ലോട്ടി ഒന്നുമല്ല, എൻ്റെ കുട്ടികളൊക്കെ ഈ റിയാലിറ്റിയുടെ പുറത്താണ്, അവരെ എങ്ങനെയെങ്കിലും ഈ റിയാലിറ്റിയുടെ ഭാഗമായിട്ട് നിങ്ങൾ കൊണ്ടുവരണം, പ്ലീസ് എന്നെ രക്ഷിക്കണം എന്നൊക്കെ നമ്മുടെ വാൻഡയുടെ അടുത്ത് കാല് പിടിച്ച് പറയുന്നതൊക്കെ നമ്മുടെ വാൻഡ കേൾക്കുന്നു. അങ്ങനെ നമ്മുടെ വാൻഡയ്ക്ക് ഒത്തിരിയധികം കുറ്റബോധം തോന്നുന്നുണ്ട്. ഇതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ മോനിക്ക റാംബോ അവിടെ ഇരിക്കുന്ന സമയത്ത് അവൾക്കൊരു ഫോട്ടോ കിട്ടുന്നു. അപ്പോൾ ആ ഒരു ഫോട്ടോ നോക്കുന്ന സമയത്ത് അതൊരു മറ്റൊരു വ്യക്തിയുടെ ഫോട്ടോ ആയിരിക്കും. എന്നാൽ ആ ഒരു ഫോട്ടോ ഈ ഒരു പേട്രോ, അതായത് അവിടെ നിൽക്കുന്ന പേട്രോയുടെ മുഖത്തിനോട് ഒത്തിരിയധികം ചേർച്ചയുള്ളതാക്കിയിട്ട് അവൾക്ക് തോന്നുന്നു. അങ്ങനെ നമ്മുടെ മോനിക്ക നമ്മുടെ ഈ ഒരു പേട്രോനായിട്ട് ഫൈറ്റ് ചെയ്യാനൊക്കെ തുടങ്ങുന്നു. അങ്ങനെ ആ ഒരു ഫൈറ്റിൻ്റെ ഒടുവിൽ നമ്മുടെ മോനിക്ക അവൻ്റെ കഴുത്തിലായിട്ട്, പേട്രോൻ്റെ കഴുത്തിലായിട്ട് ഒരു പ്രത്യേകതരം ഒരു വിചിത്രമായിട്ടുള്ള ഒരു ചെയിൻ അവൾ കാണുന്നു. അങ്ങനെ ആ ഒരു ചെയിൻ പൊട്ടിച്ചെടുക്കുന്ന സമയത്ത് നമ്മുടെ പേട്രോ ഈ ഒരു ഫോട്ടോയിലുള്ള ആളുടെ പോലെ തന്നെ മാറിയിട്ടുണ്ടായിരിക്കും. ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു റാൾഫ് എന്ന് പറഞ്ഞ ഈ ഒരു മനുഷ്യൻ, അതായത് ആ ഒരു ഫോട്ടോയിൽ കാണുന്ന വ്യക്തിയെ നമ്മുടെ ഈ ഒരു ഹാഗിത വന്നിട്ട് അവൻ ആ കൺട്രോൾ ചെയ്യുകയും ഈ ഒരു ചെയിൻ ഉപയോഗിച്ചിട്ട് അവനെ കൺട്രോൾ ചെയ്ത് പേട്രോ ആക്കി മാറ്റിയിട്ടായിരിക്കും ഈ ഒരു റിയാലിറ്റിയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടായത്. എന്നാൽ നമ്മുടെ മോനിക്ക് വന്നിട്ട് ഈ ഒരു ചെയിൻ പൊട്ടിച്ച് കളഞ്ഞതുകൊണ്ട് തന്നെ അവൻ പഴയതുപോലെ തന്നെ ആകുന്നു. അങ്ങനെ നമ്മുടെ മോനിക്ക് അവിടെ നിന്ന് പുറത്ത് വരുന്നുണ്ട്. ഇതേ സമയം നമ്മുടെ ഒറിജിനൽ വിഷനെ ഈ ഒരു ഫേക്ക് വിഷൻ, അതായത് വൈറ്റ് വിഷൻ വന്നിട്ട് ഫൈറ്റ് ചെയ്യുന്നതൊക്കെ കണ്ടിട്ട് നമ്മുടെ ബില്ലിക്കും ടോമിക്കും ഒത്തിരിയധികം വിഷമമാവുകയും വായി നമുക്ക് അച്ഛനെ രക്ഷിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് പുറത്തേക്ക് അച്ഛനെ രക്ഷിക്കാനൊക്കെ പോകുന്നുണ്ട്. ഇതേ സമയം നമ്മുടെ ഹാഗിതയായിട്ട് ഒത്തിരിയധികം പേരുടെ മൈൻഡൊക്കെ റിലീസ് ചെയ്ത് വിടുകയും, അതായത് ആ ഒരു ലോട്ടി എന്ന് പറഞ്ഞ ആ ഒരു സ്ത്രീയെ പോലെ മൈൻഡൊക്കെ റിലീസ് ചെയ്ത് വിട്ട് ഒത്തിരി പേരിനെ ഈ ഒരു വാൻഡയുടെ അടുത്തേക്ക് പറഞ്ഞേക്കുന്നു. അങ്ങനെ ആ ഒരു ആളുകളൊക്കെ വളരെയധികം കരഞ്ഞുകൊണ്ട് നമ്മുടെ വാൻഡയുടെ അടുത്ത് നിന്ന് പറയുകയാണ് എങ്ങനെയെങ്കിലും ഞങ്ങളെ ഇവിടെ നിന്ന് രക്ഷിക്കണം, ഈ റിയാലിറ്റി ഇപ്പോൾ തന്നെ അവസാനിക്കണം, ഞങ്ങളുടെ മൈൻഡിൽ എപ്പോഴും നീ മാത്രമാണ്, ഞങ്ങൾ ഇതൊക്കെ പഴയതുപോലെ ആക്കിയിട്ട് ഞങ്ങളെ രക്ഷപ്പെടുത്തുന്നൊക്കെ പറഞ്ഞിട്ട് കരഞ്ഞുകൊണ്ട് നമ്മുടെ വാൻഡയുടെ അടുത്തേക്ക് വരുന്നുണ്ട്. അങ്ങനെ ഒത്തിരി പേര് വരുന്നതുകൊണ്ട് തന്നെ നമ്മുടെ വാൻഡയ്ക്ക് ആ ഒരു ഡിസ്റ്റർബൻസ് കൊണ്ട് തന്നെ ദേഷ്യം വന്നിട്ട് അവിടെ ആ ഒരു പവേഴ്സ് ഒരു വട്ടം കൂടി ഉപയോഗിക്കുകയും, അങ്ങനെ ആ ഒരു പവേഴ്സ് ഉപയോഗിച്ചത് കൊണ്ട് തന്നെ അവിടെ ചുറ്റും കൂടി നിന്ന എല്ലാവരുടെയും കഴുത്തിലൊക്കെ ആ ഒരു പവറിൻ്റെ ശ്വാസം മുട്ടലൊക്കെ ഉണ്ടാകാനായിട്ട് തുടങ്ങുന്നു. അങ്ങനെ എല്ലാവരും ശ്വാസം മുട്ടി താഴേക്ക് വീഴുന്നുണ്ട്. എന്നാൽ നമ്മുടെ വാൻഡയ്ക്ക് ഇത് കാണുന്ന സമയത്ത് വളരെയധികം കുറ്റബോധം തോന്നിയിട്ട് സോറി ഞാനിതൊന്നും വേണമെന്ന് വെച്ച് ചെയ്തതല്ലെന്ന് പറഞ്ഞിട്ട് ആ ഒരു പഴയ പവേഴ്സൊക്കെ വീണ്ടും തിരിച്ചെടുക്കുന്നു. അങ്ങനെ എല്ലാവരും പഴയതുപോലെ തന്നെ ആകുന്നു. അതായത് ആ ഒരു കഴുത്തിൽ അവരെ ചുറ്റിപ്പറ്റി ശ്വാസം മുട്ടിച്ചേരുന്ന ആ ഒരു സാധനങ്ങളൊക്കെ നമ്മുടെ വാൻഡ പഴയതുപോലെ തിരിച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ വാൻഡ് അവരുടെ അടുത്ത് പറയുകയാണ് ഞാൻ ഈ റിയാലിറ്റി ഇവിടെ വെച്ച് തന്നെ അവസാനിപ്പിക്കാൻ പോവുകയാണ്, നിങ്ങളൊക്കെ ഇവിടെ നിന്ന് മാറി നിന്നോ, കാരണം ഒത്തിരിയധികം പവേഴ്സ് എൻ്റെ മേൽ നിന്ന് മാറി വരുമെന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരെയും അവിടെ നിന്ന് മാറ്റി നിർത്തുന്നു. എന്നിട്ട് ആ ഒരു ഹെക്സഗണൽ എനർജി ഫീൽഡ് അവൾ പിളർത്താനൊക്കെയായിട്ട് ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ പിളർത്തുന്നതിൻ്റെ ഭാഗമായിട്ട് ഈ ഒരു സംഭവങ്ങളൊക്കെ നമ്മുടെ സ്വാഡ് കമ്പനി പുറത്ത് നിന്ന് കാണുന്നുണ്ടായിരിക്കും. അപ്പോൾ അവരുടെ പ്ലാൻ എന്ന് പറയുന്നത് എങ്ങനെയെങ്കിലും ഈ ഒരു സമയം കൃത്യമാണ് ഇതിൻ്റെ ഉള്ളിലേക്ക് കടന്നു പോയിട്ട്, ഈ റിയാലിറ്റിയുടെ ഉള്ളിലേക്ക് കടന്നു പോയിട്ട് ആ രണ്ട് വിഷനെയും പിടിച്ചുകൊണ്ട് അകത്തേക്ക് കൊണ്ടുവരാമെന്നൊക്കെ പറയുന്നു. അങ്ങനെ അവർ ആ ഒരു പ്ലാൻ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണ്. ഇതേ സമയം നമ്മുടെ ഒറിജിനൽ വിഷനാകട്ടെ ഈ ഒരു സാധനം ഓപ്പൺ ചെയ്യുന്നത് കൊണ്ട് തന്നെ അവൻ്റെ ആ ഒരു പവേഴ്സും, അതായത് അവൻ മൊത്തമായിട്ട് തന്നെ ഡിസ്റ്റിങ്വിഷ് ചെയ്ത് പോകാനൊക്കെ ആയിട്ട് തുടങ്ങുന്നു. അതേപോലെ തന്നെ ആ രണ്ട് കുട്ടികളും ടോമിയും ബില്ലിയും ഇതേപോലെ തന്നെ ഡിസ്റ്റിങ്വിഷ് ചെയ്ത് പോകുന്നതൊക്കെ ആയിട്ട് നമുക്ക് ഈ ഒരു സീനിൽ കാണാവുന്നതാണ്. അപ്പോൾ ഇതൊക്കെ കാണുന്ന നമ്മുടെ ഹാഗിത വന്നിട്ട് നമ്മുടെ വാൻഡയുടെ അടുത്ത് പറയുകയാണ് ഞാൻ നിന്നോട് മുൻപേ പറഞ്ഞിരുന്നല്ലേ, നീ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങളും തന്നെ തെറ്റാണ്, ഒന്നെങ്കിൽ നിനക്ക് ഈ ഒരു ലോകത്തെ രക്ഷിക്കാം അല്ലെങ്കിൽ നിൻ്റെ ഫാമിലിനെ രക്ഷിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ വാൻഡയുടെ അടുത്ത് രണ്ട് ചോയ്സ് കൊടുക്കുന്നു. അങ്ങനെ നമ്മുടെ വാൻഡയാകട്ടെ ആ ഒരു ചോയ്സ് വന്നതുകൊണ്ട് തന്നെ അവൾ ഉടനെ തന്നെ ആ ഒരു എനർജി ഫീൽഡ് പഴയതുപോലെ തന്നെ ക്ലോസ് ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ വിഷനും അതേപോലെ തന്നെ ആ കുട്ടികളൊക്കെ പഴയതുപോലെ ആകുന്നുണ്ട്. അങ്ങനെ അവരെല്ലാവരും ഒരു ഫാമിലി ആയിട്ട് വളരെ ഹാപ്പി ആയിട്ട് അവിടെ നിൽക്കുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ വാൻഡ് അവരുടെ അടുത്ത് പറയുകയാണ് ഞാൻ പോയിട്ട് ഹാഗിതയായിട്ട് ഫൈറ്റ് ചെയ്യാം, ഈ രണ്ട് കുട്ടികളും ഈ ഒരു സ്വോർഡ് കമ്പനിയുടെ കുറച്ച് ആളുകളൊക്കെ ഈ ഒരു റിയാലിറ്റിയുടെ ഉള്ളിലേക്ക് തുറന്ന സമയത്ത് കടന്നു വന്നിട്ടുണ്ടായിരുന്നു, അവരിനായിട്ട് ഫൈറ്റ് ചെയ്യട്ടെ, അതേപോലെ തന്നെ നമ്മുടെ ഒറിജിനൽ വിഷനും ഈ ഒരു വൈറ്റ് വിഷനായിട്ട് ഫൈറ്റ് ചെയ്യട്ടെ എന്നൊക്കെ അവർ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇതിനുശേഷം കാണിക്കുന്നത് കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ ഒരു ഹാഗിത വന്നിട്ട് ഒരു പ്രത്യേകതര പവർ ഉപയോഗിച്ചിട്ട് ഈ ഒരു കുട്ടികളെയൊക്കെ നശിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വാൻഡ് അവിടേക്ക് ഓടി വന്നിട്ട് അവളുടെ ആ ഒരു എനർജി ഫീൽഡ് ഉപയോഗിച്ചിട്ട് അതിനെ തടയാൻ ശ്രമിക്കുന്നത് കൊണ്ട് തന്നെ അവളുടെ പകുതി പവേഴ്സും ഈ ഒരു ഹാഗിത തട്ടിയെടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ ഹാഗിത അവിടെ നിന്ന് അപ്രത്യക്ഷമായി പോകുന്നു. അപ്പോൾ ഇതേ സമയം നമ്മുടെ വിഷനാകട്ടെ ഈ ഒരു വൈറ്റ് വിഷനായിട്ട് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഫൈറ്റിൻ്റെ ഭാഗമായിട്ട് അവർ അതിൻ്റെ ഇടയിൽ വെച്ചിട്ട് നമ്മുടെ ഈ ഒരു ഒറിജിനൽ വിഷൻ വന്നിട്ട് ഈ ഒരു വൈറ്റ് വിഷനായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അതായത് അവന് ആ ഒരു ഡാറ്റയൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ എന്താണ് ഒറിജിനൽ ഇവിടെ നടക്കുന്നതെന്നൊക്കെ അവന് പറഞ്ഞു കൊടുക്കാനായിട്ട് അവൻ്റെ ആ ഒരു കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ഈ ഒരു ഒറിജിനൽ വിഷൻ വന്നിട്ട് അവൻ ഈ ഒരു ലൂയിസ് പറഞ്ഞിരുന്ന എല്ലാ കാര്യങ്ങളും ഈ ഒരു വൈറ്റ് വിഷനും അതേപോലെ തന്നെ ഡാറ്റ പാസ് ചെയ്യുന്നുണ്ട്.
അങ്ങനെ നമ്മുടെ വൈറ്റ് വിഷൻ ഒരു നല്ല വിഷനായിട്ട് മാറുന്നുണ്ട്. അപ്പോൾ ഈ ഒറിജിനൽ വിഷൻ വന്നിട്ട് നമ്മുടെ ഈ വൈറ്റ് വിഷൻ്റെ അടുത്ത് പറയുകയാണ്, ഇതിനും കൂടുതൽ ഡാറ്റയുണ്ട്, അതൊന്നും എനിക്ക് ഫീഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല, അത് നീ തന്നെ ഫീഡ് ചെയ്യണമെന്ന് നമ്മുടെ വൈറ്റ് വിഷൻ്റെ അടുത്ത് പറയുന്നു. അങ്ങനെ നമ്മുടെ വൈറ്റ് വിഷനാകട്ടെ അവൻ്റെ ഒരു നോർമൽ ആയതുകൊണ്ട് തന്നെ അതൊക്കെ ഞാൻ കണ്ടുപിടിച്ച് ഫീഡ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. ഇതേ സമയം നമ്മുടെ ഹാഗിതയാകട്ടെ അവിടെ നിന്ന് ഒളിച്ചിരുന്ന് നമ്മുടെ ഈ ഒരു വിഷനെയും അതേപോലെ തന്നെ കുട്ടികളെയും അറ്റാക്ക് ചെയ്യാൻ വേണ്ടി നിൽക്കുകയായിരുന്നു. പെട്ടെന്ന് തന്നെ നമ്മുടെ ബാൻഡ് അവിടേക്ക് വന്നിട്ട് നമ്മുടെ ഈ ഹാഗിതനെ മൈൻഡ് കൺട്രോൾ ചെയ്തിട്ട് ആ ഒരു 1693 എന്ന് പറഞ്ഞാൽ ആ ഒരു മിഡീവൽ പീരീഡിലേക്ക് കൊണ്ടുപോവുകയാണ്. നമ്മുടെ ബാൻഡ് എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കാലഘട്ടത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഹാഗിത അവൾ ബന്ധനസ്ഥ ആയതുകൊണ്ട് തന്നെ അവൾക്കൊന്നും തന്നെ ചെയ്യാൻ പറ്റുന്നുണ്ടായിരിക്കില്ല. അതുമാത്രമല്ല മറ്റുള്ള മന്ത്രകാരികളൊക്കെ ഒരുമിച്ച് കൂടിയിട്ട് ഇവളെ ആ ഒരു സ്പോട്ടിൽ വെച്ച് തന്നെ കൊന്നുകളയാമെന്നായിരുന്നു നമ്മുടെ ബാൻഡ് കരുതിയിരുന്നത്. എന്നാൽ അത് പറ്റുന്നുണ്ടായിരിക്കില്ല. കാരണം ആ ഒരു അവളുടെ അമ്മ, അതായത് ഹാഗിതയുടെ അമ്മ അവർക്ക് വന്നിട്ട് പറയുന്നുണ്ടായിരിക്കും, സ്കെലറ്റ് വിച്ചാണ് ഇപ്പോൾ ഉള്ളതിൽ ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള വിച്ച്, അതുകൊണ്ട് നിന്നെ കൊന്നുകളയുന്നതാണ് ഉത്തമം എന്നൊക്കെ മറ്റുള്ള മന്ത്രകാരികളോടൊക്കെ പറയുന്നു. അതുകൊണ്ട് തന്നെ അവരൊക്കെ ഒരുമിച്ച് വന്നിട്ട് നമ്മുടെ ബാൻഡിനെ കൊല്ലാൻ വേണ്ടി നിൽക്കുകയായിരിക്കും. അപ്പോൾ തന്നെ നമ്മുടെ ബാൻഡ് ഈ ഒരു ഹാഗിതനെ കൂട്ടിക്കൊണ്ട് അവളുടെ പഴയ ആ റിയാലിറ്റിയിലേക്ക് തന്നെ കൊണ്ടുവരുന്നു. അവിടെ വെച്ച് നമ്മുടെ ഹാഗിതയും അതുപോലെ തന്നെ നമ്മുടെ ബാൻഡിയും കൂടി ഒരുമിച്ചൊരു വലിയ ഫൈറ്റ് തന്നെ നടക്കുന്നു. ആ ഒരു ഫൈറ്റിൻ്റെ ഇടയിൽ നമ്മുടെ ഹാഗിത ചോദിക്കുന്നു, ഞാൻ പറഞ്ഞില്ലേ നിന്നോട്, നേരത്തെ തന്നെ പറഞ്ഞിരുന്നില്ലേ നീ മരിക്കുന്നതാണ് ഏറ്റവും നല്ലതെന്നൊക്കെ നമ്മുടെ ബാൻഡിൻ്റെ അടുത്ത് പറയുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ബാൻഡ് പറയുകയാണ്, നിനക്ക് എന്താണ് വേണ്ടത്, എൻ്റെ പവേഴ്സ് അല്ലേ വേണ്ടതെന്ന് വെച്ചിട്ട് കുറേ പവേഴ്സ് ഒരുമിച്ച് നമ്മുടെ ഈ ഒരു ഹാഗിതയുടെ മേത്തേക്ക് ഇങ്ങനെ വിടുന്നുണ്ട്. ഈ ഒരു അവസരം മുതലാക്കി നമ്മുടെ ബാൻഡി ആകട്ടെ നമ്മുടെ ഹാഗിത ചോർത്തിയെടുത്തിട്ടുണ്ടായിരുന്ന എല്ലാ പവേഴ്സും അവളുടെ അടക്കം പവേഴ്സും കൂടി ചോർത്തിയെടുത്ത് അവളൊരു സ്കെലറ്റ് വിച്ചാക്കി മാറുന്നു. അതായത് നമ്മുടെ ഹാഗിതയുടെ പവറും അതേപോലെ തന്നെ നമ്മുടെ ബാൻഡിയുടെ പവറും കൂടി ചേർന്ന് ഒരു സ്കെലറ്റ് വിച്ചായിട്ടാണ് അവൾ മാറുന്നത്. അങ്ങനെ അവിടെ നിൽക്കുന്ന സമയത്ത് നമ്മുടെ ഹാഗിതയായിട്ട് അവളുടെ എല്ലാ പവേഴ്സും തന്നെ പോയിട്ട് 0 പവറായിട്ട് താഴേക്ക് വീഴുന്നുണ്ട്. അപ്പോൾ അവൾ വന്നിട്ട് നമ്മുടെ ബാൻഡ് എടുത്ത് ചോദിക്കുകയാണ്, ഇനി എന്നെ കൊല്ലാൻ പോവുകയാണെന്ന് ചോദിക്കുന്ന സമയത്ത് നമ്മുടെ ബാൻഡ് പറയും, ഇല്ല ഞാൻ എന്നെ കൊല്ലുന്നില്ല, നീ എൻ്റെ നോസിന് ഐബറുതായിട്ട് തന്നെ ഇരിക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ എന്നെ ഹാഗിനിസ് ആയിട്ട് മാറ്റുന്നുണ്ട്. അതിനുശേഷം കാണിക്കുന്ന നമ്മുടെ വിഷനും അതേപോലെ തന്നെ നമ്മുടെ ബാൻഡിയും കുട്ടികളൊക്കെ കൂടിയിട്ട് അവർ ആ ഒരു വീട്ടിലേക്ക് ഹാപ്പി ആയിട്ട് പോകുന്നതാണ്. അങ്ങനെ പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ബാൻഡ് മറ്റൊരു കാര്യം കൂടി ചെയ്തിട്ടുണ്ടായിരിക്കും. അതായത് ഈ ഒരു എനർജി ഫീൽഡ് ചെറുതായിട്ട് ഓരോരോ നിമിഷങ്ങൾ കൂടുന്തോറും ആ ഒരു ബോർഡർ ചെറുതായി വരുന്നതൊക്കെയായിട്ട് അവൾ മാറ്റിയിട്ടുണ്ടായിരിക്കും. ഇതേ സമയം നമ്മുടെ ബാൻഡിയായിട്ട് ആ കുട്ടികളുടെ അടുത്തൊക്കെ പോയിട്ട് നിങ്ങൾ ഈ ഒരു റിയാലിറ്റിയുടെ ഭാഗമായിട്ട് എൻ്റെ മക്കളായി തീർന്നതിന് ഞാൻ ഒത്തിരിയധികം താങ്ക് യു പറയുന്നതൊക്കെ പറഞ്ഞിട്ട് വളരെ സാഡായിട്ട് അവൻ ഉറക്കാൻ കെടുത്തിട്ട് അവിടെ നിന്ന് പോരുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ വിഷൻ്റെ അടുത്തും അതേപോലെ തന്നെ വളരെ സാഡായിട്ട് അവൾ സംസാരിക്കുന്നു. അപ്പോൾ നമ്മുടെ വിഷൻ പറയുകയാണ്, ഞാൻ എന്തായാലും നിൻ്റെ അടുത്തേക്ക് തിരിച്ചു വന്നിട്ട് ഹലോ പറയുന്നതായിരിക്കും എന്നൊക്കെ പറയുന്നു. എന്നാൽ നമ്മുടെ ബാൻഡിക്ക് ഒന്നും തന്നെ മനസ്സിലാകുന്നില്ല. അവൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വൈറ്റ് വിഷൻ അവൻ പറഞ്ഞയച്ചിരുന്നില്ലേ, ആ ഒരു വൈറ്റ് വിഷൻ എന്തായാലും നമ്മുടെ ബാൻഡിയുടെ അടുത്തേക്ക് തിരിച്ചു വരുമെന്നാണ് അവൻ ഉദ്ദേശിച്ചത്. കാരണം ഈ ഒരു വിഷന് ഈ ഒരു റിയാലിറ്റിയോടൊപ്പം നശിച്ചു പോയാലും ആ ഒരു വിഷന് ഒന്നും തന്നെ സംഭവിക്കില്ല. കാരണം ആ ഒരു സോഡ് കമ്പനി ആയിരുന്നു അതിന് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ ഒരു ഈ റിയാലിറ്റിയുടെ ഭാഗമല്ലാത്തതുകൊണ്ട് തന്നെ ആ ഒരു വൈറ്റ് വിഷൻ ഒന്നും തന്നെ സംഭവിക്കില്ല. അതുകൊണ്ടാണ് അവൻ ഇങ്ങനെയൊക്കെ പറഞ്ഞത്. ഇത് കേൾക്കുന്നത് നമ്മുടെ ബാൻഡിക്ക് ഒന്നും തന്നെ മനസ്സിലായില്ലെങ്കിലും അവൾ ഓക്കെ എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ വിഷൻ പറയുകയാണ്, ഞാനിപ്പോൾ മരിച്ചു പോയാലും എൻ്റെ ഈ ഒരു ഓർമ്മകളൊക്കെ എനിക്ക് എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ സന്തോഷമായിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. അവനോടൊപ്പം ആ കുട്ടികളും അതേപോലെ തന്നെ ആ റിയാലിറ്റി മുഴുവനായിട്ട് നശിച്ചു പോകുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ബാൻഡിക്ക് ഒത്തിരിയധികം സാഡ് ആകുന്നു. അതിനുശേഷം നമ്മുടെ ബാൻഡ് വന്നിട്ട് നമ്മുടെ മോനിക്കയുടെ അടുത്ത് സോറി ഒക്കെ പറഞ്ഞിട്ട് ആ ഒരു STU എന്ന് പറഞ്ഞാൽ ആ ഒരു സ്ഥലത്ത് നിന്ന് മാറിപ്പോകുന്നുണ്ട്. ഇതിനുശേഷം കാണിക്കുന്ന ഒരു പോസ്റ്റ് ക്രെഡിറ്റ് സീനാണ്. അതായത് നമ്മുടെ ഈ ഒരു മോനിക്കയും ജെയിംസും കൂടിയിട്ട് മുകളിൽ നിന്നുള്ള ഒരു ഉത്തരവ് പ്രകാരം ഈ ഒരു സോഡ് കമ്പനിയുടെ CEOനൊക്കെ അറസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവിടേക്ക് ഒരു സ്ത്രീ വന്നിട്ട് നമ്മുടെ ഈ ഒരു മോനിക്കയുടെ അടുത്ത് എനിക്ക് അർജൻറ്റായിട്ടൊരു കാര്യം പറയാനെന്ന് പറഞ്ഞിട്ട് നമ്മുടെ മോനിക്കനെ വിളിച്ചുകൊണ്ട് പോകുന്നുണ്ട്. അങ്ങനെ അവിടെ വിളിച്ചുകൊണ്ട് പോകുന്ന ആ ഒരു സ്ഥലത്ത് വെച്ച് നമ്മുടെ ആ ഒരു സ്ത്രീ ആകട്ടെ സ്ക്രള്ളായിട്ട് മാറുകയും മുകളിൽ നിന്നൊരു ആൾക്ക് തന്നെ കാണാനുണ്ടെന്ന് പറയുന്നു. അങ്ങനെ നമ്മുടെ മോനിക്ക് മുകളിലേക്ക് നോക്കുന്നു. പക്ഷെ അത് ആരാണെന്ന് ഇവിടെ കാണിക്കുന്നില്ല. ഇത്രയും കാണിച്ചുകൊണ്ടാണ് ഈ ഒരു വാൻഡവിഷൻ വെബ് സീരീസ് മുഴുവനായിട്ടും അവസാനിക്കുന്നത്. അപ്പോൾ ഈ ഒരു വെബ് സീരീസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. തുടർന്ന് ഇതുപോലെയുള്ള നല്ല വെബ് സീരീസുകൾ കാണാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂട്ടുകാരിലേക്ക് എത്തിക്കാനൊക്കെ ശ്രമിക്കുക. മറ്റൊരു അടിപൊളി വെബ് സീരീസ് ആയിട്ട് കാണുന്നവരെ ഗുഡ് ബൈ.